നമസ്കാരം. ചൈന ഇന്ത്യൻ ഭൂമി കയ്യേറി എന്നത് എക്കാലത്തും ചൂടേറിയ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. 1962 ചൈനീസ് ആക്രമണത്തെ തുടർന്ന് ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഭൂമിയെക്കുറിച്ചും അതിന് ഉത്തരവാദിയായ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചും ഏറെ അവമതിപ്പോടെയാണ് ഹിന്ദുത്വവാദികൾ കഥകൾ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ ലഡാക്കിലെ അക്സായ് ചിൻ ഉൾപ്പെടെ ഭൂമി ചൈനയ്ക്ക് വിട്ടുകൊടുത്തു എന്നതിൽ തുടങ്ങുന്ന ഒട്ടേറെ കീഴടങ്ങലുകളുടെ ഉത്തരം തേടി BJPയുടെ തന്നെ മുതിർന്ന നേതാവ് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി നടത്തിയ വിവരശേഖരണ യാത്ര നിർണായകമായ ഒരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ഭൂമി ചൈനയ്ക്ക് വിട്ടുകൊടുത്തതിലെ തർക്ക വിഷയം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നതും എന്നാൽ മുതിർന്ന രാഷ്ട്രീയക്കാരനായ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ശക്തമായി ഏറ്റെടുത്തിരിക്കുന്നതുമായ കാര്യമെന്ന നിലയിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ വിവരാവകാശ അപേക്ഷ പ്രകാരം നൽകാൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ നിർദ്ദേശം നൽകി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഓഗസ്റ്റ് 3-ാം വാരത്തിനകം മുഴുവൻ വിവരങ്ങളും നൽകണം എന്നാണ് ഉത്തരവിൽ പറഞ്ഞത്. കമ്മീഷന് മുമ്പാകെ ഒരു കംപ്ലയിൻസ് റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ വിദേശകാര്യ മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരാവകാശ നിയമത്തിന്റെ വഴി സ്വീകരിച്ച ഡോക്ടർ സ്വാമി ഒരു വകുപ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് തട്ടിക്കളിച്ച തന്റെ അപേക്ഷയുടെ അവസ്ഥയിൽ ഏറെ നിരാശനായിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന് സമർപ്പിച്ച സ്വാമിയുടെ വിവരാവകാശ അപേക്ഷ ആദ്യം തട്ടിക്കളഞ്ഞത് ഇപ്പോൾ മറുപടി നൽകാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആവശ്യപ്പെട്ട അതേ ഉദ്യോഗസ്ഥനാണ് എന്നതാണ് ഏറെ രസകരം. അന്ന് സ്വാമിയുടെ വിവരാവകാശ അപേക്ഷ ആദ്യം കമാൻഡറായ ബോർഡർ മാനേജ്മെന്റിന് കൈമാറി. എന്നാൽ ഉത്തരം നൽകാതെ അത് അദ്ദേഹം പ്രതിരോധ മന്ത്രാലയത്തിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൈമാറുകയാണ് ഉണ്ടായത്. അവിടെ നിന്നും തട്ടിയ ആ വിവരാവകാശ അപേക്ഷ പിന്നെ എത്തിയത് കരസേന ആസ്ഥാനത്താണ്. അവിടെ നിന്നും അത് ആഭ്യന്തര മന്ത്രാലയത്തിലെ ചീഫ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിലേക്ക് തട്ടി. ഇങ്ങനെ തട്ടലോട് തട്ടൽ നേരിട്ട അപേക്ഷയ്ക്ക് എവിടെ നിന്നും ഉത്തരം ലഭിക്കാതെ വന്നതോടെയാണ് സുബ്രഹ്മണ്യം സ്വാമി വീണ്ടും കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ തന്നെ അഭയം പ്രാപിച്ചത്. നേരത്തെ ചൈന കൈക്കലാക്കിയ ഇന്ത്യയുടെ പരമാധികാര ഭൂമിയുടെ 1996 പരസ്പരം അംഗീകരിച്ച യഥാർത്ഥ നിയന്ത്രണ രേഖ സംബന്ധിച്ചു വന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ സ്വാമി വിവരങ്ങൾ തേടിയത്. 2014 മുതൽ ചൈനയ്ക്ക് വിട്ടുകൊടുത്ത ഭൂമിയുടെ വ്യാപ്തി, ബഫർ സോൺ കാരണം നഷ്ടപ്പെട്ട ഭൂമിയുടെ വ്യാപ്തി, എന്ത് കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ അക്സായ് ചിൻ മേഖല ചൈനയ്ക്ക് വിട്ടുകൊടുത്തത് എന്നിങ്ങനെ രൂക്ഷമായ പ്രശ്നത്തിന്റെ മറ്റു ചില വശങ്ങളും സ്വാമി തന്റെ വിവരാവകാശ അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിരുന്നു. തന്റെ വിവരാവകാശ അപേക്ഷ ആവർത്തിച്ച് തട്ടിമാറ്റിയെങ്കിലും ഇതുവരെ ബന്ധപ്പെട്ടവരിൽ നിന്നും ഒരു വിവരവും ലഭിച്ചിട്ടില്ലെന്ന് 2 അഭിഭാഷകർക്കൊപ്പം കേന്ദ്ര വിവരാവകാശ കമ്മീഷന് മുമ്പാകെ എത്തിയ ഡോക്ടർ സ്വാമി 2-ാം വാദത്തിനിടെ ബോധിപ്പിച്ചു. ഇതിനോട് പ്രതികരിച്ച വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധിയാവട്ടെ വിവരാവകാശ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഔദ്യോഗിക രേഖകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്നും വാദിച്ചു. എന്നാൽ അത് മുഖവിലക്കെടുക്കാൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ കൂട്ടാക്കിയില്ല. ആദ്യ അപ്പീൽ അതോറിറ്റിയിൽ ആദ്യ അപ്പീൽ ഫയൽ ചെയ്തപ്പോൾ ഡോക്ടർ സ്വാമിക്ക് അവ്യക്തമായ മറുപടികളാണ് ലഭിച്ചതെന്ന് സ്വാമിയുടെ അഭിഭാഷകരും വാദിച്ചു. വിവരാവകാശ നിയമപ്രകാരം ഔദ്യോഗിക രേഖകളിലുള്ള വിവരങ്ങൾ മാത്രമേ നൽകാൻ കഴിയൂ എന്നും ഈ ചോദ്യങ്ങൾക്ക് 2020 സെപ്റ്റംബർ 15, 2021 സെപ്റ്റംബർ 11 തീയതികളിൽ പ്രതിരോധ മന്ത്രി പാർലമെന്റിൽ മറുപടി നൽകിയിട്ടുണ്ടെന്നും 2021 ഓഗസ്റ്റ് 6, 2022 സെപ്റ്റംബർ 8 തീയതികളിലെ ഔദ്യോഗിക പത്രക്കുറിപ്പുകളും ആവശ്യമായ വിവരങ്ങൾ നൽകുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ കമ്മീഷനെ അറിയിച്ചു. ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് ഡോക്ടർ സ്വാമി 2ാമത്തെ അപ്പീൽ നൽകിയതെന്ന കാര്യം മറുപടിയിൽ കമ്മീഷണർ ചൂണ്ടിക്കാട്ടി. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 8-ൽ 1 പ്രകാരം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് വിലക്കപ്പെട്ടിട്ടില്ലെന്നും ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഏതെങ്കിലും ഒഴിവാക്കലിനുള്ളിൽ വരുന്നതാണെങ്കിൽ പോലും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ബാധ്യസ്ഥനാണെന്നുമുള്ള ഡോക്ടർ സ്വാമിയുടെ വാദമാണ് ഒടുവിൽ കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർ സമരിയ തന്റെ ഉത്തരവിൽ നിരീക്ഷിച്ചത്. നിയമത്തിലെ സെക്ഷൻ 8I പ്രകാരം നിരസിക്കുന്നതിനുള്ള വ്യക്തമായ ന്യായം നൽകാതെ വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിച്ചാണ് തനിക്ക് വിവരങ്ങൾ നിഷേധിച്ചതെന്ന് സ്വാമിയും വാദിച്ചു. ചൈനയുടെ അധിനിവേശ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ കഴിവില്ലായ്മയെ പരാമർശിച്ചും ചൈനയ്ക്ക് നൽകിയ ഭൂമിയെക്കുറിച്ചും ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തുടർച്ചയായി ട്വീറ്റ് ചെയ്യുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് സമർപ്പിച്ച സ്വാമിയുടെ വിവരാവകാശ അപേക്ഷയിൽ 7 പ്രധാന ആവശ്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്.
ഒന്ന് 1996 പരസ്പരം അംഗീകരിച്ച യഥാർത്ഥ നിയന്ത്രണ രേഖയിലുടനീളം ഇന്ത്യയുടെ റിപ്പബ്ലിക്കിന്റെ പരമാധികാര ഭൂമിയുടെ എത്രത്തോളം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഏറ്റെടുത്തു എന്നാണ്. 2022 നവംബർ വരെയുള്ള കൃത്യമായ ഗ്രൗണ്ട് ഭാഗം കാണിക്കുന്ന അതേ മാപ്പ് ദയവായി നൽകുക എന്നാണ് ആവശ്യപ്പെട്ടത്. രണ്ടാമതായി 1996 യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ പരസ്പരം അംഗീകരിച്ച ബഫർ സോണുകൾ അല്ലെങ്കിൽ നോമാൻസ് ലാൻഡ് എന്നതുമൂലം ഇന്ത്യയുടെ പരമാധികാര ഭൂമിയുടെ എത്രത്തോളം ചൈനയ്ക്ക് വിട്ടുകൊടുത്തു, ദയവ് ചെയ്ത് അതിന്റെ ഒരു മാപ്പ് നൽകുക. 3, 2014 മുതൽ ഇന്ത്യയുടെ പരമാധികാര ഭൂമി എത്രത്തോളം പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് വിട്ടുകൊടുത്തു, ഓരോ വർഷവും അതിനായി ദയവായി ഒരു മാപ്പ് നൽകുക. 4, 2014 മുതൽ ബഫർ സോണുകൾ അല്ലെങ്കിൽ നോമാൻസ് ലാൻഡ് സൃഷ്ടിക്കപ്പെട്ടതിനാൽ ഇന്ത്യയുടെ പരമാധികാര ഭൂമി എത്രത്തോളം നഷ്ടപ്പെട്ടു, ദയവ് ചെയ്ത് അതിന്റെ ഒരു മാപ്പ് നൽകുക. 5, ഏത് കരാർ പ്രകാരമാണ് ഇന്ത്യ അക്സായ് ചിൻ പ്രദേശം ചൈനയ്ക്ക് വിട്ടുകൊടുത്തത്, അങ്ങനെയെങ്കിൽ വിട്ടുകൊടുത്ത പ്രദേശം ഉൾപ്പെടെയുള്ള ഡോക്യുമെന്റേഷൻ ദയവായി നൽകുക. 6, 1996 മുതൽ എത്ര തവണ ഏതൊക്കെ തീയതികളിലാണ് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരം സമ്മതിച്ചിട്ടുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലൂടെ ഇന്ത്യൻ പ്രദേശത്ത് ചൈനീസ് സൈന്യം അനധികൃത കടന്നുകയറ്റം നടത്തിയത്, ദയവ് ചെയ്ത് അതിന്റെ വിശദാംശങ്ങൾ നൽകുക. 7, 1996 മുതൽ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരം അംഗീകരിച്ച യഥാർത്ഥ നിയന്ത്രണ രേഖ വരച്ചതിനു ശേഷം ബഫർ സോണുകൾ സൃഷ്ടിക്കുകയോ മനുഷ്യരുടെ ഭൂമി ഇല്ലാതാക്കുകയോ ഇന്ത്യയുടെ പ്രദേശം വിട്ടുനൽകുകയോ ചെയ്തത് മൂലം ഇന്ത്യയിൽ എത്ര പേർ കുടിയിറക്കപ്പെട്ടു, ദയവ് ചെയ്ത് അതിന്റെ വിശദാംശങ്ങൾ നൽകുക. വിവരാവകാശ നിയമം ഇക്കാര്യത്തിൽ സുതാര്യത ഉറപ്പാക്കുമോ എന്ന് കാത്തിരുന്നു